ഗംഭീരം, ഒറ്റവാക്കി വന്ന അടിപൊളി. ലാലേട്ടൻ തന്നെ കൊണ്ടുപോയി ഓണത്തിന് പറയാം. പിന്നെ സത്യനന്ദിക്കാടാണല്ലോ അടിപൊളി ഫിലിം. കോമഡി ഫൈൻ ലാലേട്ടൻ തൂക്കി സംഗീതം അടിപൊളി. അത്ര പോരാ, സത്യനന്ദിക്കാടിന്റെ ഒരു ഇതൊന്നും കിട്ടിയില്ല. കുറെ കാലമായിട്ട് മോഹൻലാലിന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇല്ല എന്നുള്ള ഒരു പരാതി കേട്ടുകൊണ്ടിരുന്നിട്ട് ഭയങ്കര മാറിയിട്ടുള്ള മോഹൻലാലിന്റെ മുഖമൊക്കെ മലയാളികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഗംഭീരം, ഒറ്റവാക്കി വന്ന അടിപൊളി. ലാലേട്ടൻ തന്നെ കൊണ്ടുപോയി ഓണത്തിന് പറയാം. കാരണം എനിക്ക് മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആയി. ആദ്യ പകുതി ആണെങ്കിൽ രണ്ടാം പകുതി ആണെങ്കിൽ എനിക്ക് ഒരുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യ പകുതി വളരെ ചിരിപ്പിച്ചും വളരെ രസിപ്പിച്ചും കൊണ്ടുപോയി. ലാലേട്ടനും സംഗീതം അടിപൊളി, കട്ടയ്ക്ക് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കോമഡിയും പിന്നെ അല്പം ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്തൊരു പടം. മൊത്തത്തിൽ മസ്റ്റ് സാറ്റിസ്ഫൈഡ്. ലാലേട്ടൻ്റെ കരിയറിലൊരു ഹാട്രിക് വിജയം ഉറപ്പാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല. ലാലേട്ടൻ ചെയ്തൊരു ഡിഫറെന്റ് റോളാണ്. അതിൽ ഞാൻ പറഞ്ഞ ഇങ്ങനെ തെളിയിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, ഒരു വജ്രായുധമാണ് ലാലേട്ടൻ, ഒരു നിധിയാണ് അദ്ദേഹം. നമ്മൾ സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രേക്ഷകനും ഏതൊരു ഫാമിലിക്കും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് ഹൃദയപൂർവ്വം. ഈ സിനിമയ്ക്ക് ഹൃദയപൂർവ്വം എന്നല്ലാതെ വേറെ ഒരു പേരില്ല. കാരണം ഇതിന്റെ കണ്ടന്റ് അങ്ങനെയാണ് വന്നേക്കുന്നത്. നല്ല ഗംഭീര സിനിമയായിരുന്നു. സത്യനന്ദിക്കാടിന്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ വളരെ ഗംഭീരമായ ഒരു സ്ക്രിപ്റ്റും ഡയറക്ഷനാണ്. പിന്നെ എല്ലാത്തിനപ്പുറം നമ്മൾ കുറേ കാലമായിട്ട് മോഹൻലാലിന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഇല്ല എന്നുള്ള ഒരു പരാതി കേട്ടുകൊണ്ടിരുന്നിട്ട് ഭയങ്കര മാറിയിട്ടുള്ള മോഹൻലാലിന്റെ മുഖമൊക്കെ മലയാളികൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. വളരെ ഈ സിനിമ ആ പേര് പോലെ തന്നെ നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മോഹൻലാൽ സത്യനന്ദിക്കാടൊക്കെ ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ കോംബോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബചിത്രമാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാടിനും മോഹൻലാലിനും അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവർക്കും ആശംസകൾ. ഹൃദയപൂർവ്വം ശരിക്കും പറഞ്ഞാൽ ഒരു ഓണം ലാലേട്ട മൂവി ഒരു വൈബിൽ വന്ന ഒരു മൂവി തന്നെയാണ്. നമ്മൾ ഓണ സമയത്ത് എങ്ങനെ ലാലേട്ടനെ കാണുന്നുള്ള ആ ഒരു ഫീല്, അത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നാമത് സംഗീത് പ്രതാപ് മോഹൻലാൽ നമ്മളൊരു പെയറിങ് തന്നെ വളരെ കൗതുകമായിട്ട് വന്നിട്ടുണ്ട്. അത് സംഗീത് പ്രതാപ് ഗംഭീരമായിട്ട് ആ സിനിമയിൽ അത് ചെയ്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഈ ഒരു സിനിമ ഈ ഒരു കോമഡി അല്ലാതെ ഇതിന് നല്ലൊരു ഇമോഷണൽ ബാക്കപ്പ് കൂടിയുണ്ട്. ഹൃദയപൂർവ്വം എന്നുള്ള പേര് പറഞ്ഞ പോലെ ഒരു ഹാർട്ട് സർജറി അതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സീനുകളാണ് വരുന്നത്. അത് നല്ല രസകരമായിട്ട് ഇമോഷണലായിട്ട് വന്നിട്ടുണ്ട്. അതേസമയം കോമഡി ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൂവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിന്റേജ് ലുക്കും ആ ഭാവങ്ങളുമായി ഇതൊക്കെ ഉണ്ട്, എല്ലാം കൊണ്ട് സൂപ്പർ സിനിമ. എന്താ ആ നല്ല കെമിസ്ട്രി, നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. ലാലേട്ടം സംഗീതമായിട്ടുള്ള അതെ ആ ഒരു ഇമോഷൻ, സത്യനന്ദിക്കാടിന്റെ ആ ഒരു സിനിമയിൽ ഒരു നൈർമല്യമുണ്ട്. അടിപൊളി പടമാണ്. ഫസ്റ്റ് ഹാഫും സൂപ്പറാണ്, സെക്കൻഡ് ഹാഫും സൂപ്പറാണ്. ഒരു ഫാമിലി മൂവിയാണ്. ടൈറ്റിൽ പോലെ തന്നെ, ഹൃദയം ആ ടൈറ്റിൽ പോലെ തന്നെ. പിന്നെ സത്യനന്ദിക്കാടാണല്ലോ അടിപൊളി ഫിലിം, നല്ല ഫിലിമാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല ഫിലിമാണ്. ഇഷ്ടപ്പെട്ടു. തകർത്തെല്ലാരും പിന്നെ അടിപൊളിയാണ്. ഒരു ഇമോഷണൽ ടച്ച് ഒക്കെ തോന്നി എല്ലാവർക്കും. അടിപൊളി, അങ്ങനത്തെ ഒരു അടിപൊളി പടമാണ്. എടുത്തു ഈ വർഷം ലാലേട്ടന് വർഷം വേറെ ആർക്കും കിട്ടൂല, ഉറപ്പാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ സിനിമകളാണ് ഇഷ്ടം. എല്ലാ സിനിമകളും കാണാറുണ്ടെങ്കിലും സുഖമായിട്ട് അവസാനിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷമായിട്ട് ഇറങ്ങി പോരാൻ പറ്റുന്ന സിനിമകൾ. സത്യനന്ദിക്കാടും മോഹൻലാലും രണ്ടാമത് ഒന്നിച്ചതിൻ്റെ ആ ഒരു സന്തോഷവും ശരിക്കും ഹൃദയപൂർവ്വം. കോമഡി ഫൈൻ ലാലേട്ടൻ തൂക്കി സംഗീതം അടിപൊളി. ഓണത്തിന് ഫാമിലിയോട് ചെന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സൂപ്പർ ഹാട്രിക്. വളരെ ഒരു ലാഗ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ലാഗാണ്. സെക്കൻഡ് ഹാഫ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പിടിച്ചെടുത്ത് ഒരു ക്ലൈമാക്സ് ഇഷ്ടമോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഒരു സാധാ ഒരു മൂവി. അതിൻ്റെ റൈറ്റ് എല്ലാം വളരെ മോശം ഉള്ളില്ല. അത്ര പോരാ, സത്യനന്ദിക്കാടിന്റെ ഒരു ഇതൊന്നും കിട്ടിയില്ല. കൂട്ടുകെട്ട് ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. ഐ ആം സാറ്റിസ്ഫൈഡ്.